ഡിസൈനൊക്കെ നല്ല അടിപൊളി ഡിസൈനുണ്ട് കാരണം അടിപൊളി ഡിസൈനാണ് പറഞ്ഞത്. ഇവിടെ അവർ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാണ്. എല്ലാവരും കൂടി ഇതിൻ്റെ ഡാമേജ് ഉണ്ടോ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് ഓരോ പീസ് ചെക്ക് ചെയ്ത് അതിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പൂർണ്ണം ബോധ്യം വരുത്തി കംപ്ലൈൻ്റ് ഉള്ളതെല്ലാം മാറ്റി വെച്ച് അവരിതെല്ലാം ചെയ്യാണ്. യെസ്, സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താമെന്ന് നമ്മൾ ടൈല് ഫാക്ടറിയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും മൈക്ക ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈക്ക എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെയൊക്കെ മൈക്ക ശ്രദ്ധിക്കേണ്ടത്, പ്ലൈവുഡിൻ്റെ മുകളിലോട്ടിരിക്കുന്ന മൈക്കില്ലേ നല്ല ഭംഗിക്ക് വേണ്ടി. അപ്പോൾ ആ മൈക്ക ഫാക്ടറിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം, ഫാക്ടറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൈക്ക എന്ന് പറയുന്ന മൈക്കയുടെ കാറ്റലോഗ് ആണ്. ഇവരിവിടെ കാറ്റലോഗ് നിർമ്മിക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു കാറ്റലോഗ് മറിച്ച് കാണിച്ചു തരാം. ഇത് മൈക്ക കമ്പനിയുടെ കാറ്റലോഗാണ്. ഇത് മൈക്ക ഷീറ്റ് തന്നെയാണ്. 1mm ഉണ്ട് ഗ്ലോസി മൈക്ക ഷീറ്റുകൾ. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകണം. ഒരു കാറ്റലോഗാണ്, ഇഷ്ടം പോലെ കാറ്റലോഗ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മൈക്ക നിങ്ങൾക്കെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് മൈക്ക എല്ലാവർക്കും അറിയാം. ഇത് കണ്ട മൈക്കുമ്പോൾ തിളക്കമുണ്ട്, അതിന് അഡീഷണൽ ചാർജ് വരും. 100 rupees എക്സ്ട്രാ ആയിരിക്കും ഒരു തിളക്കമുള്ള മൈക്കയ്ക്ക്. ഏതാ മൈക്കയുടെ പല കളറുകൾ കണ്ടോ, പല ഡിസൈൻസ്. ഇതൊരു ഡിസൈൻ നമ്മളിപ്പോൾ ഇത് മുഴുവൻ ഡിസൈൻ നോക്കിയാലൊന്നും തീരാത്തത്ര ഡിസൈൻ ഇവരെടുത്തുണ്ട്. ഇവർ ഓരോ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റ് വൈസാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളക്കാർക്ക് ഇഷ്ടമുള്ള വേറെ, തമിഴ്നാട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ വേറെ, ഇപ്പോൾ കൽക്കട്ടയ്ക്ക് ഇഷ്ടമുള്ള കളർ വേറെ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഡിസൈനുകളുണ്ട്. നമുക്കറിയാലോ മൈക്കയ്ക്ക് എൻഡ് ഉണ്ടാവില്ല എന്നത്. അപ്പോൾ നമുക്കെല്ലാം മൈക്ക ഡിസൈൻ കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്ന കാറ്റലോഗ്. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടറി കാണാം. കണ്ടോ, ഇതാണ് മൈക്കയുടെ ഫാക്ടറി. അപ്പോൾ ഈ മൈക്കയുടെ ഫാക്ടറി എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ പരിപാടി. കാരണം മൈക്ക ഷീറ്റൊക്കെ അവരുണ്ട്, അത് ലാമിനേഷൻ ചെയ്യുന്നു അവർ വിട്ടു തന്നെ. എങ്ങനെയാണ് അതിനുള്ളൊരു പ്രോഗ്രാമാണ് ഇന്നത്തെ നമ്മൾ പരിപാടി. ഇത് വിശാൽ, ഇത് മാലിക്, ഈ കമ്പനിക്ക് മാലിക് വിശാൽ ചെയ്യാവോ? ഇവരൊരു കാര്യം പറഞ്ഞു, മൈക്ക എന്ന് പറയുന്നത് വെള്ളം തൊടാൻ പാടില്ല, തൊട്ടാൽ അപ്പം തന്നെ അത് ചീർത്ത് വിട്ടൊക്കെ പോട്ടും. അതുകൊണ്ട് അതുമ്പോൾ വെള്ളത്തുമ്പോൾ തൊട്ടിട്ടുള്ള കച്ചവടം മൈക്കയ്ക്കില്ല. മൈക്ക് ഉണ്ടാക്കുന്നത് ഒരു പേപ്പറാണ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണം. ഇപ്പോൾ ഇതൊരു പേപ്പറാണ്. നമ്മൾ മനസ്സിലായില്ലേ, ഈ പേപ്പർ ഇത് സാധാ പേപ്പർ, കട്ടിയുടെ പേപ്പർ. ഈ പേപ്പറാണ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നതാണ്. അത് കണ്ടോ, സാധാ പേപ്പർ. ഇതിന് തിക്നെസ് ഉണ്ട്, ഒരു 1mm തിക്നെസ് ഉണ്ട്. ഇത് 1mm ഒത്തിരി കുറവാണ്, തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിന് ഈ റോള് തന്നിരിക്കുന്നത്, ഈ റോള് ഇത് പല കളർ പേപ്പറുകളാണ്, ഡിസൈൻ പേപ്പറാണ് ഇതൊക്കെ. ഇതാണ് ഡിസൈൻ പേപ്പർ മൈക്ക. ഈ പേപ്പറും ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഡിസൈൻ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഫ്രണ്ടിലോട്ടിരിക്കുന്ന പേപ്പറും ഇത് അടിയിലോട്ടിരിക്കുന്ന പേപ്പറുമാണ്. കാർബൺ നമ്മൾ ബ്രൗൺ കളർ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ ആ പേപ്പറും ഈ പേപ്പറും കൂടി ഒട്ടിക്കുകയാണ് അവർ. ആ ഒട്ടിക്കുന്ന പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ കാണിക്കുന്നത്. നോക്കൂ, ഇതാണ് പേപ്പർ. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഈ പേപ്പർ ഇതാണ് അടിയിൽ ഒട്ടിക്കുന്നത്, ഇത് മുകളിൽ ഒട്ടിക്കും. ഇത് മുകളിൽ ഒട്ടിക്കുന്ന പറഞ്ഞാൽ ഇത് റെക്സിന് ഉപയോഗിച്ച് ഇത് ടൈറ്റാക്കി എടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ചെയ്യാണ്, മനസ്സിലായി. ഇത് താഴത്തെ കാർഡ്ബോർഡ്, ഇതിന് മുകളിൽ ഇത് വെച്ച് സാൻഡ്വിച്ച് ചെയ്യാണ്. ഈ സാൻഡ്വിച്ച് ഇട്ട് ഇത് പ്രഷർ അടിക്കുമ്പോൾ ഇതുമ്പോൾ പഞ്ച് ഡിസൈനൊക്കെ നമുക്ക് ഇതുമ്പോൾ പ്രസ് ചെയ്യണം. ആ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഓക്കെ, സത്യത്തിൽ ഞാനിവിടെ വന്ന് പ്ലാന്റ് കാണിക്കാൻ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് കറണ്ട് പോയി, അതുകൊണ്ട് ചെറിയ വിഷയം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും കുഴപ്പം. ഇതിൻ്റെ ഉള്ളിൽ പ്രസ് യൂണിറ്റ് ചെയ്താണ് രണ്ടും കൂടി റെക്സിൻ. ആ റെക്സിൻ കൊടുക്കുന്നതാണ് ഈ സാധനങ്ങളാണ് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തന്നെ. ഇതിന് ഗമ്മുണ്ടല്ലോ, പശ കണ്ട, ഈ പശകളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇത് ഒക്കെ തീർന്നിരിക്കുകയാണ് ഡ്രമ്മിൽ. ഈ പശ ഉപയോഗിച്ച് ഈ സാധനം സെറ്റായി വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ്, ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുമ്പോൾ ഈ പേപ്പർ എടുത്തു കണ്ട, ഇതുമ്പോൾ ഒരു റെക്സിൻ കൊടുത്തപ്പോൾ ഇത് നല്ല ഫിനിഷിംഗ് ആയി കണ്ട. ഇത് ആ ഒരു കോട്ടിങ് കൊടുത്തു, ഇതിനെ ഒരു കുറച്ചുകൂടിയും ആ സാധനം ഗമ്മൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് വന്നു, നല്ല സ്ട്രോങ് ആയി. റോൾ പേപ്പറൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നു. ഏതാ പേപ്പറിലൊക്കെ വന്നു. ഇനി ഇതിൻ്റെ മുകളിലുള്ള അടുത്തൊരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇതുമ്പോൾ പേപ്പർ ഇൻസ്റ്റാൾ ചെയ്യലാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അടികളുണ്ട് പ്രഷർ. ഇത് ഒറ്റയടിക്ക് ഇതെല്ലാം ഭയങ്കര ഹെവി ഡ്യൂട്ടിയിലായിട്ട് 2 പേപ്പറോട് ഒരുമിച്ച് വെച്ചിട്ട് പ്രഷർ ചെയ്ത് ഇത് സ്റ്റഡി ആയിട്ട് വരും ഈ സാധനം. അത് കഴിയുമ്പോൾ ഇതുമ്പോൾ സ്റ്റീം, അതിൻ്റെ ചൂട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോട്ടായിട്ട് കൊടുത്ത് കണ്ട ടെമ്പറേച്ചറൊക്കെ കൊടുത്ത്
എല്ലാം കൊടുത്ത് നല്ല പെർഫെക്റ്റായിട്ട് സാധനം ഫ്രഷായിട്ട് സ്ട്രോങ് ആയിട്ട് വരും. അങ്ങനെ വന്ന് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതുമായിട്ട് റാക്ക് ചെയ്യും, ബാച്ച് നമ്പർ ബേസിൽ റാക്ക് ചെയ്യും സാധനം. അപ്പോൾ 2 പേപ്പർ അതിനുള്ള ഗമ്മ്, അത് റെക്സിനാണ് ക്രസിൻ ഉപയോഗിച്ച് 2 പേപ്പറോട് ഒട്ടിക്കുന്നതാണ് ഈ ഷീറ്റ്. അപ്പോൾ അത് മൈക്കായിട്ട് വരും കണ്ട. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നോക്കും, അടിയിൽ അവർ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കളർ മാറും. ഇതിൻ്റെ ഇത് ചെയ്യുമ്പോൾ ശരിക്കും റെക്സിൻ ബ്ലാക്കായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അവർ റഫാക്കി തരുന്നതാണ്. കാരണം നമ്മൾ ഫെവിക്കോൾ വെച്ച് പ്ലൈവുഡ് ഒട്ടിക്കുമ്പോൾ വേണം. പിന്നെ അതിൻ്റെ മുകളിലുള്ള അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഈ സ്റ്റിക്കറുമ്പോൾ ഇങ്ങനെ ഡിസൈൻസിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർ പ്രസ് ചെയ്ത് ഡിസൈൻസൊക്കെ ചെയ്തു തരും. ഇത് ഈ പേപ്പർ വാങ്ങിക്കുന്നതാണ്, ഇതിൻ്റെ അടിയിലെ സാധനം വാങ്ങിക്കുന്നത്. ഇത് രണ്ടും കൂടിയും അവർ പ്രോസസ്സിങ് ചെയ്ത് ഡിസൈൻ ചെയ്താണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊക്കെ ബാച്ച് നമ്പർ ബേസിൽ ഓരോരോ കളർ ബാച്ച് നമ്പർ അവർ ബേസിൽ വെച്ചിരിക്കുകയാണ് കളറിൽ. നമുക്കിതിൽ പല ഡിസൈൻ കിട്ടും, തിളങ്ങണത് കിട്ടും. ഏത് വേണം എന്ന് പറയുമ്പോൾ അതനുസരിച്ച് അവർ കസ്റ്റമറുടെ ഓർഡർ അനുസരിച്ച് പ്രിൻറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് യൂണിറ്റ് വലിയ ഫാക്ടറിയാണ് കേട്ടോ. യൂണിറ്റ് വലിയ ഫാക്ടറിയാണ്, നിസ്സാര ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കില്ല. പിന്നെ ഇവിടുന്ന് ഓൾ ഇന്ത്യ സപ്ലൈ പോകും. കാരണം എന്നാലും ഇവർക്ക് വർക്കൗട്ട് ആവുള്ളൂ ഈ സാധനം. ഓൾ ഇന്ത്യ സപ്ലൈ പോകും. ഇതിൽ ഡിസൈൻ ഉണ്ട്, പല പല പാറ്റേൺസ് ഉണ്ടാക്കി വയ്ക്കും. ഈ ഷീറ്റൊക്കെ അവരെ അഗെയിൻസ്റ്റ് ഓർഡർ കസ്റ്റമറിൻ്റെ പല ഓർഡറിലും മുറിച്ച് കൊടുക്കും. पीछे रब होता है, റഫ് ചെയ്യുന്നേക്കാളും മുമ്പുള്ള ഒരു പ്രോസസ്സിംഗ്. मशीन में जाता है ना तो बाद में रफ हो जाता है. ഈ മെഷീനിൽ പോയിട്ടാണ് ബാക്കിൽ റഫ് ചെയ്യണത്. ഇത് റഫ് ചെയ്യുന്നേക്കാളും മുമ്പ് ബാക്ക് സൈഡ് ഇങ്ങനെ ആയിരിക്കും, റഫ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ये साइड है, ये सब वहाँ कट जाता है. അച്ഛാ ഇതിൻ്റെ എഡ്ജ് ഒന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രോപ്പർ ആവില്ല. അല്ല ഈ പ്രോപ്പർ ആവില്ല, അതൊക്കെ കട്ട് ചെയ്ത് ഈ മെഷീൻ അത് കട്ട് ചെയ്യുന്ന മെഷീൻ. അതിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി തരുന്ന മെഷീനാണ്, കട്ട് ചെയ്യുന്ന മെഷീനാണ്. ഇതിപ്പോൾ ഗ്ലോസിയാണ്, നമുക്കറിയില്ല. ഇത് ഗ്ലോസി മാറ്റ് എല്ലാം കിട്ടും. പൊടിയാണ് ഇവിടെ, ഭയങ്കര പൊടിയാണ്. കട്ട് ചെയ്ത് പ്രസ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മൈക്ക ഉണ്ടാക്കുന്ന വിധം മനസ്സിലായല്ലോ. ഞാൻ മൈക്ക എന്തുകൊണ്ട് കാണിക്കുന്ന ഒരു ടൈൽ പ്രോസസ്സിങ് തന്നെ, ഒരു ടൈൽ പ്രോഡക്റ്റ് തന്നെയാണത്. അത് ഈ ടൈൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലും ആൾക്കാർക്ക് മാറ്റി മാറ്റി ഒട്ടിക്കാവുന്ന ഇത് വേറെ പ്രോസസ്സിങ് വഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടൈല് പോലെ തന്നെ ഒട്ടിക്കാം, പ്ലൈവുഡ് പോലെ ഒരു പ്രോസസ്സിങ് ആണ്. ഇവിടെ അവർ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യാണ്. എല്ലാവരും കൂടി ഇതിൻ്റെ ഡാമേജ് ഉണ്ടോ, ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് ഓരോ പീസ് ചെക്ക് ചെയ്ത് അതിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പൂർണ്ണം ബോധ്യം വരുത്തി കംപ്ലൈൻ്റ് ഉള്ളതെല്ലാം മാറ്റി വെച്ച് അവരിതെല്ലാം ചെയ്യാണ്. ഡിസൈനൊക്കെ നല്ല അടിപൊളി ഡിസൈനുണ്ട്, കണ്ട അടിപൊളി ഡിസൈനാണ് പറഞ്ഞത്. ഇത് ഓൾ ഇന്ത്യ ഡിസൈനാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നത് കേരളത്തിൽ കുറച്ച് ലിമിറ്റഡ് എഡിഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ ഡിസൈൻ ഉണ്ട്. നല്ല ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് മെറ്റീരിയലൊക്കെ നോക്കി ഇതെല്ലാം എടുത്ത് അയച്ച് കൊണ്ടുപോകണത്. കണ്ട മെറ്റീരിയലെല്ലാം ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാണ്, അവരെല്ലാം എടുക്കുകയാണ്. കണ്ട ഇതിൻ്റെ ബാക്കൊക്കെ കണ്ട ഗ്രൈൻഡ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ഫെവിക്കോളുമ്പോൾ പെട്ടെന്ന് ഒട്ടാവുന്ന രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. യെസ്, അപ്പോൾ എല്ലാവരും മൈക്ക കമ്പനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ മൊബൈലിൽ കാണുന്ന താഴെ കാണുന്ന നമ്പറുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. വാട്സാപ്പിൽ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. 2, നിങ്ങളുടെ പരിചയക്കാരെ ആരെങ്കിലും വീട് പണിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ടാറ്റ.